ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. ഇന്ന് അല്ലാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ഓർക്കാതെ തന്റേതായി സർവ്വതും മനസ്സിലാക്കി ജീവിക്കുന്ന ഈ മനുഷ്യൻ, ഹൽ അതാ അലൽ ഇൻസാൻ, ഈ മനുഷ്യന്റെ മേൽ ഇങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? ലം യകുൻ ശൈഅൻ മദ്കൂറ. ഒരാളുടെ ചർച്ചയിലോ ഒരാളുടെ നാവിൻ തുമ്പത്തോ പറയപ്പെടാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നില്ലേ ഈ മനുഷ്യനുണ്ടായിരുന്നത്? ഒരാളും ഓർക്കാനോ പറയാനോ ഇല്ലാത്ത ഒരു കാലം നാം അടക്കമുള്ള സർവരുടെ മേലും കഴിഞ്ഞു പോയിട്ടില്ലേ? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ അനുഗ്രഹം കൊണ്ടല്ലേ ഇന്ന് ആളുകൾക്ക് മുമ്പിൽ പറയപ്പെടുന്നവൻ, പേരുള്ളവനായി ജീവിക്കുന്ന ഒരാളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റിയിട്ടുള്ളത്. അങ്ങനെ കുറെ കാലം നമ്മൾ അറിയപ്പെടാത്ത ഒരാളും പറയപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നെങ്കിൽ ഇന്ന് സർവരാലും പറയപ്പെടാൻ പറ്റിയ ഒരവസ്ഥയിലേക്ക് അല്ലാഹു നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. കൊണ്ടുവന്നതിന് ശേഷവും ഇപ്പോഴും ഓരോ നിമിഷവും അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആ ഉലൂഹിയത്തിന്റെ റുബൂബിയത്തിന്റെ ഫൈള് നമ്മളോട് ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ സമയത്തും നാം അതുപോലെ തന്നെ ഒരാളാലും പറയപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടവരാണ്. അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്താതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിന്റെ ഫൈളാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്ത് മനുഷ്യരാക്കി വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ഈ കാര്യം നാം മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ അള്ളാഹുവിനോട് നമുക്ക് സ്നേഹവും അടുപ്പവുമായി തീരാൻ കാരണമായി തീരുന്നതാണ്. बुजुर्गो, हम जिक्र के भी काबिल नहीं थे, अल्लाह ने हमको जिक्र के काबिल बनाया। ये हमारा कमाल नहीं है हम जो जिक्र के काबिल बने, ये हमारा कमाल नहीं है, ये उस रब का कमाल है जो हम नाखिस को अला तरतीब जो कामिल किया है, उस रब का कमाल है। ये हमारा कमाल नहीं हम जिक्र के काबिल बने, ये उस रब का करम नवाजी है जो हमको इसका काबिल बनाया है, इसका काबिल बनाया है। हमको अल्लाह ताला एक जमाना था हम जिक्र के काबिल नहीं थे, अब जिक्र के काबिल बना दिया। हम ये तो एक मायना है, अल्लाह वाले कई मायने बयान किए हैं, कई अंदाज में बयान किया है। अल्लाह वालों ने हमें ये भी बतलाया है, अरे जो तेरी साथ गई है, अब जो साथ आने वाली है, तू इसमें भी शय नाकिस है और जिक्र के काबिल भी नहीं है। गई सो साथ भी अल्लाह अपने जिक्र के काबिल तुझे बनाया, आने वाली साथ में भी अल्लाह तुझे जिक्र के काबिल बना रहा। कैसा उसकी करम नवाजी है। अगर हम किसी को एहसास हो जाए तो फिर बतलाइए, क्या बंदा फिर अल्लाह का दोस्त नहीं बनेगा? क्या जो बंदा जान लेगा, क्या वो बंदा फिर अल्लाह की दुश्मनी में रह सकता है? क्या वो अदुउल्लाह बन के रहेगा या वलीउल्लाह बन के रहेगा? हम खुद अपना मुहासबा करेंगे, इंशाअल्लाह अल्लाह हम पर फजल फरमाएगा। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യങ്ങൾ, അവന്റെ അനുഗ്രഹങ്ങൾ എത്രമാത്രം ഉന്നതമായതാണ്. നാം നേരത്തെ പറയപ്പെടാൻ പോലും പറ്റാത്തൊരു വസ്തുവായിരുന്നു. ഇന്ന് നാം പറയപ്പെടാൻ യോഗ്യമായവരായി മാറിയിരിക്കുന്നു. ഇന്ന് പറയപ്പെടാൻ യോഗ്യരായി മാറിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പ്രത്യേകതകളെ കൊണ്ടോ നമ്മുടെ അടുക്കലുള്ള എന്തെങ്കിലും യോഗ്യതകളെ കൊണ്ടോ അല്ല നമ്മളൊക്കെ പറയപ്പെടാൻ അർഹരായി മാറിയത്. പറയപ്പെടാൻ യോഗ്യരായി മാറിയത് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന്റെ പേരിലാണ്. അവൻ അവന്റെ റുബൂബിയത്തിന്റെ ഫൈളാന് കൊണ്ട് ഈ ഒന്നുമല്ലാത്ത നാഖിസായ വസ്തുവിനെ ഘട്ടം ഘട്ടമായി ഉന്നതിയിലേക്ക് എത്തിച്ചതിന്റെ പേരിലാണ് നമ്മളൊക്കെ പറയപ്പെടാൻ യോഗ്യരായി മാറിയിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളാരും ഇന്നും പറയപ്പെടാൻ യോഗ്യരായ അവസ്ഥയിലല്ല ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒന്നുമല്ലാത്ത പറയപ്പെടാൻ പോലും പറ്റാത്തതായ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് രൂപവും കോലവും ജീവനും നൽകിക്കൊണ്ട് ഈ ലോകത്ത് പടച്ചു കൊണ്ടുവന്നു, നമ്മളെ നിലനിർത്തി വളർത്തി. അങ്ങനെ നാം ഇതാ ഇന്ന് പറയപ്പെടാൻ യോഗ്യരായി മാറിയിരിക്കുകയാണ് എന്നത് ഇതിന്റെ ബാഹ്യമായ സാധാരണയിൽ നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരർത്ഥമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാര് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇനിയും പല തലത്തിലും ഇതിന്റെ അർത്ഥങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നീ കഴിഞ്ഞ നിമിഷം നീ ഉണ്ടായിരുന്നെങ്കിൽ ആ കഴിഞ്ഞ നിമിഷവും നീ പറയപ്പെടാൻ യോഗ്യനല്ലാതെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പറയപ്പെടാൻ നീ കഴിഞ്ഞ നിമിഷത്തിൽ നിന്നെ യോഗ്യനാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല.
ഈ അടുത്ത വരാനിരിക്കുന്ന നിമിഷവും നീ പറയപ്പെടാൻ യോഗ്യനല്ലാത്ത അവസ്ഥയിൽ തന്നെയാണുള്ളത്. അടുത്ത നിമിഷം നീ പറയപ്പെടാൻ യോഗ്യനായി മാറുന്നെങ്കിൽ അതും ഈ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ആ അള്ളാഹുവാണ് നിന്നെ ഈ പറയപ്പെടാൻ യോഗ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിലക്കാതെയുള്ള ഈ അനുഗ്രഹ പേമാരിയെ ഒരു മനുഷ്യൻ തിരിച്ചറിയുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനായി മാറുകയില്ലേ? അവൻ അള്ളാഹുവിന്റെ ശത്രുവായി അദുവുള്ളയായി ജീവിക്കാൻ തീരുമാനിക്കുകയാണോ ചെയ്യുക? അതല്ല, വലിയുള്ളയായി അള്ളാഹുവിന്റെ സ്നേഹിതനായിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹത്തിലായി ജീവിക്കാൻ തയ്യാറാവുകയാണോ ചെയ്യുക? ഈ നിലക്ക് റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നവരോട് അടുപ്പമുണ്ടാക്കുകയും അവരിലൂടെ റബ്ബിനെ പരിചയപ്പെടുകയും ചെയ്യുക മാത്രമേ ഒരു പോംവഴിയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം.